മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ ആരോപണം നിഷേധിച്ച് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നൽകിയ റിപ്പോർട്ടിലാണ് മനഃപൂർവ്വം പിഴവ് സംഭവിച്ചിട്ടില്ലെന്ന് സൂപ്രണ്ട് വ്യക്തമാക്കുന്നത്. കാലുവേദനയ്ക്ക് നടത്തിയ ശസ്ത്രക്രിയയിൽ 73-കാരിയുടെ ഞരമ്പ് മുറിഞ്ഞുവെന്നാണ് പരാതി. ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശാന്തകുമാർ, എന്താണ് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മനസ്സിലാകുന്നത്? കാരണം ഈ കാലുവേദനയ്ക്ക് വന്ന ഒരാളാണ്, അത്തരത്തിൽ ഞരമ്പ് മുറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി, പക്ഷേ റിപ്പോർട്ടിൽ ഈ രീതിയിലാണ് പരാമർശം. ഒരു ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്ന പാടെ നിഷേധിക്കുക തന്നെയാണ് മെഡിക്കൽ സൂപ്രണ്ടിൻ്റെ റിപ്പോർട്ടിലുള്ളത്. അതായത് മനഃപൂർവ്വമുള്ള ഒരു പിഴവും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് DMOയ്ക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ മാസം 12-ാം തീയതിയാണ് ചുങ്കത്തറ സ്വദേശി പാർവതി, 73 വയസ്സുണ്ട്. അവരെ ഇടുപ്പ് വേദനയെ തുടർന്ന് അവരുടെ വലത്തെ ഇടുപ്പ് ശസ്ത്രക്രിയ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയത്. ശസ്ത്രക്രിയ കഴിഞ്ഞ് വൈകിട്ട് റൂമിലേക്ക് മാറ്റുമ്പോൾ തന്നെ അവരുടെ കാലിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ടിരുന്നു എന്നാണ് ബന്ധുക്കൾ പറഞ്ഞത്. ഇത് പിന്നീട് വലിയ പരാതിയായി. ഇന്നലെയാണ് ബന്ധുക്കൾ ഈ DMOയ്ക്ക് പരാതി നൽകിയത്. ഇവർ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുമാണ്. ഇതിൽ വലിയ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത്. കാരണം ഇവരുടെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇവരുടെ രക്തക്കുഴലുകൾ, ഞരമ്പുകൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് തടസ്സം നേരിട്ടുണ്ട് എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്ന പ്രധാനപ്പെട്ട പരാതി. പക്ഷേ അവയെല്ലാം നിഷേധിക്കുകയാണ് ഇപ്പോൾ ഈ സൂപ്രണ്ടിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെ മനഃപൂർവ്വമുള്ള ഒരു പിഴവും സംഭവിച്ചിട്ടില്ല. ഈ ശസ്ത്രക്രിയയുടെ വിശദ വിവരങ്ങളെല്ലാം ബന്ധുക്കളോട് നേരത്തെ തന്നെ വിശദമാക്കിയതാണ്. അവരുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഈ ശസ്ത്രക്രിയ നടത്തിയത് എന്നും തുടർന്ന് അവരുടെ പ്രായവും മറ്റുള്ള കണക്കാക്കിയാണ് പിന്നീട് കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടി അവരുടെ മറ്റ് ആരോഗ്യസ്ഥിതി മോശമായതോടുകൂടി കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് എന്നുമാണ് ഈ മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ഈ മെഡിക്കൽ കോളേജ് ബന്ധുക്കൾ ആരോപിക്കുന്നത് പോലെ, ഇല്ലെങ്കിൽ അവരുടെ ആരോപണത്തിന് സമാനമായ രീതിയിലുള്ള ഒരു കാര്യവും അവിടെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഈ മെഡിക്കൽ റിപ്പോർട്ടിൽ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. രുചിഷ. ശരി ശാന്തകുമാർ.